ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം നമുക്ക്. ഇന്ന് കൂന്തലാണ് ഇന്നത്തെ ഐറ്റം. അപ്പോൾ നമ്മളതിന് ഒരു അരക്കപ്പ് തേങ്ങ, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 10 ചെറിയ ഉള്ളി ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ 2 ചെറിയ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അരിപ്പൊടിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് യൂട്യൂബിലെ താരം ഇതാന്ന്. അപ്പം നമ്മളെ വകി പറഞ്ഞിരിക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് നമ്മളും ഒരെണ്ണം കൂടി ചാമ്പണത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവത്തിലാക്കി നമുക്ക് നല്ലോണം കുഴച്ച് നല്ല മയപ്പെടുത്തി വയ്ക്കാം. അങ്ങനെ ഞാൻ 2 സവോള, ഒരു തക്കാളിയുടെ പകുതി, ക്യാപ്സിക്കിൻ്റെ ഒരു കാഭാഗം, പിന്നെ മല്ലിച്ചപ്പ് അതേ ഉണ്ടായുള്ളൂ, നമ്മളെ ഇവിടെ നട്ട് വളർത്തിയത് കേട്ടോ, അതുകൊണ്ട് അത് കിട്ടിയുള്ളൂ. പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഞാനപ്പോഴത്തേന് സവോളയും തക്കാളിയും ക്യാപ്സിക്കൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂന്തൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അങ്ങനെ പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. സവോള ഈ ഗ്രേവിക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കൂന്തലൊക്കെ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് അധികം ഉപ്പിടരുത്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. നിങ്ങൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഞാൻ കഴിച്ചിട്ട് എൻ്റെ കിളി പോയി എന്നുള്ളതാണ്. അങ്ങനെ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പൊടികളൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിക്കാം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിലൊന്ന് സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാലാണ് നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൂന്തൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. നല്ലവണ്ണം ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കൂന്തലൊക്കെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടോ പരിപാടി. ഇനിയാണ് നമ്മളെ അടുത്ത പരിപാടി. കണ്ടില്ലേ, നല്ല റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോയാലോ. ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവ് എടുത്തിട്ട് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കില്ലേ, അതുപോലെ ആക്കിയിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ച നമ്മളെ കൂന്തൽ അതിലേക്ക് നിറച്ച് കൊടുത്ത് നല്ലവണ്ണം ഉരുട്ടിയിട്ട് ഒരു റൗണ്ട് പരുവത്തിൽ, നമ്മുടെ കട്ട്ലേറ്റിൻ്റെയൊക്കെ റൗണ്ട് പരുവത്തിലാക്കി എല്ലാം അതുപോലെ നമുക്കാക്കി എടുക്കാം. ഇത് നമുക്ക് ഭാരപ്പെട്ട പണിയൊന്നുമല്ല കേട്ടോ, എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മളിങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇത് കുറേ ഇതുണ്ടെന്ന് നമുക്ക് എന്താ പറയുക, കുറേ സമയം എടുക്കും അങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷേ ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു പണിയാണ്. 4 മണിക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ
അടിപൊളി ഒരു സ്നാക്സാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കലാപരിപാടിയിലേക്ക് പോവാം. അങ്ങനെ ഞാനൊരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പെറുക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമുക്കിങ്ങനെ റൗണ്ടിൽ മാത്രം വെച്ച് കൊടുത്ത് ആവിയിലൊന്ന് ഒരു 3-4 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. കാരണം നമ്മൾ തിളച്ച വെള്ളത്തിലാണ് ഇത് അരിപ്പൊടി കുഴച്ചെടുത്തത്. അതുകൊണ്ട് അധികം നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ്, മാക്സിമം ഒരു 5 മിനിറ്റ് അതിനുള്ള നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്കും കൂടി പോവാം. നമ്മളൊരു 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചത് നമുക്കിനി മുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല അത്യാവശ്യം വെള്ളം ഒഴിച്ച് കുറുകുറാന്ന് പറഞ്ഞത് ഈ പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇത് നമ്മുടെ ലാസ്റ്റത്തെ പരിപാടി കേട്ടാ. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മളെ കൂന്തൽ ഇതും കൂടി ആ മുളകിൽ മുക്കിയിട്ട് നമുക്കിതിൽ ഓരോന്നോരോന്ന് പെറുക്കി വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ മുക്കിയെടുത്തിട്ട് ഓരോന്നോരോന്ന് നമുക്ക് പെറുക്കി കൊടുക്കാം. ഞാനൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എന്നാലാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണം കേട്ടോ. ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ, ഒന്ന് ചെയ്തൂടെ? അപ്പോൾ ഇതുമെല്ലാം പെറുക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് പൊടിയുടെ ഒരു പച്ചക്കുത്തില്ലേ, അതൊന്ന് മാറുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി അത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അടാർ ഐറ്റം എന്ന് പറഞ്ഞാൽ അടാർ ഐറ്റം, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് കമൻറ്റ് പറയണം. പിന്നെ എന്താ പറയുക, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിള്ളേർക്കൊക്കെ പറ്റിയ ഏറ്റവും അടിപൊളി ഒരു ഐറ്റമാണിത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം എന്നാണ് ഇത് പറയണത്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കട്ടൻ ചായക്ക് ഇന്നത്തെ ചായയുടെ സ്പെഷ്യലാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് പുതിയ വീഡിയോ ഇടാൻ തോന്നുള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് അടിക്കണേ, മറക്കരുത്, സബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.